ഹായ് ഓൾ. അൽ അമീൻ കുക്കിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെയധികം രുചികരമായ പൊരിച്ച കോഴി ബിരിയാണിയുടെ റെസിപ്പിയാണ് കേട്ടോ. എല്ലാം അളവുകളോട് കൂടിയും കറക്റ്റായി നമ്മുടെ കടയിൽ നിന്നും ഹോട്ടലിൽ നിന്നൊക്കെ മേടിക്കുന്നതിനേക്കാളും ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ റെഡിയാക്കിയാലോ. ഇവിടെ ഇതാ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 5-6 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് അരയാനാവശ്യമായ സുർക്ക ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായി തന്നെ ഒന്ന് അരച്ചെടുക്കണം. ഇനി ഇതൊരു മറ്റൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 4 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ഒരു 4 ടീസ്പൂൺ കോൺഫ്ലവർ പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് ചുവന്ന കളർ ചേർക്കുന്നുണ്ട് കേട്ടോ. ഇത് ഓപ്ഷനിലാണ്. കടയിൽ നിന്നൊക്കെ കിട്ടുന്നത് പോലെ നല്ലൊരു റെഡ് കളർ ചിക്കനിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇവിടെ ഇതാ 1 കിലോ ചിക്കൻ ഞാനിവിടെ ഇതാ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വലിയ പീസുകളിലൊക്കെ ഒന്ന് മസാല പിടിക്കാൻ വേണ്ടി ഇതുപോലെ ഫോർക്ക് കൊണ്ട് ഒന്ന് കുത്തി കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ മസാലയൊക്കെ നന്നായി തന്നെ ചിക്കനിലേക്ക് പിടിക്കും കേട്ടോ. അതിനു വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇവിടെ ഇതാ ചിക്കനിലേക്ക് നന്നായി തന്നെ മസാല പുരട്ടി ഒരു അരമണിക്കൂർ നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട് കേട്ടോ. അരമണിക്കൂറിന് ശേഷം അടപ്പത്തൊരു ചീനച്ചട്ടി വെച്ച് അതിലേക്ക് ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കുറച്ച് കറിവേപ്പിലയും ഇട്ട് ഫ്ലെയിം കൂട്ടി വെച്ച് തന്നെ ചിക്കൻ പീസുകൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ചിക്കൻ പീസുകൾ ഇതുപോലെ ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് സ്പൂൺ വെച്ച് ഇളക്കി കൊടുക്കണേ. ഇനി ഇതുപോലെ തന്നെ എല്ലാ ചിക്കൻ പീസുകളും തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. വളരെയധികം സോഫ്റ്റായ ചിക്കൻ പീസുകളായിട്ടാണ് കേട്ടോ നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. ഇനി ഇതുപോലെ ഒന്ന് വെറുതെ ഫ്രൈ ചെയ്തെടുക്കാനാണെങ്കിൽ ഈ മെത്തേഡിൽ തന്നെ ഒന്ന് ചിക്കൻ ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇനി അടപ്പത്തൊരു പാൻ വെച്ച് നമ്മൾ ചിക്കൻ പൊരിച്ച് മാറ്റി വെച്ചിരുന്ന കുറച്ച് വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 4 മീഡിയം വലുപ്പത്തിലുള്ള സബോള ചെറുതാക്കി ചോപ്പറിൽ അരിഞ്ഞതാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതൊന്ന് വാടി വരുമ്പോൾ ഇതിലേക്ക് 2 കുടം വെളുത്തുള്ളിയും ഒരു മീഡിയം സൈസിലുള്ള ഇഞ്ചിയും പച്ചമുളകും കൂടി ചതച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായി തന്നെ ഇത് വഴറ്റി വരുമ്പോൾ ഇതിലേക്ക് 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ചിക്കൻ മസാല, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 2 ടീസ്പൂൺ ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് മുളക് പൊടി ചേർക്കുന്നില്ല കേട്ടോ. പകരം എരിവിന് വേണ്ടി 3 പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 5 തക്കാളി നന്നായി തന്നെ മിക്സിയിൽ അടിച്ച് പേസ്റ്റാക്കിയതാണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ചിക്കൻ വറുത്ത് ഇതുപോലെ കറി വയ്ക്കുമ്പോൾ മാത്രമേ നമ്മൾ ഇതുപോലെ തക്കാളി മിക്സിയിൽ അരച്ച് ചേർക്കാൻ പാടുകയുള്ളൂ. അല്ലെങ്കിൽ ഇതുപോലെ നമ്മൾ സാധാ കറി വയ്ക്കുകയാണെങ്കിൽ ചേർക്കരുതേ. അപ്പോൾ കറിക്കധികം ടേസ്റ്റ് ഉണ്ടായിരിക്കുകയില്ല. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1 ടീസ്പൂൺ ചെറുനാരങ്ങ നീരും ചേർത്ത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് ഇതിൽ എണ്ണ തെളിഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് ചിക്കൻ വറുത്തത് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വളരെയധികം രുചികരമായ ഒരു ചിക്കൻ വറുത്ത കറിയാണ് കേട്ടോ ഇത്. ഇനി ഇതെല്ലാം കൂടി നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിന് മുകളിലായി കുറച്ച് നല്ല കറിവേപ്പിലയും കൂടിയും ചേർത്ത് കൊടുക്കണേ. ലാസ്റ്റ് ഇതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പും കൂടിയും ഇട്ട് നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. വളരെയധികം രുചികരമായ നല്ല അടിപൊളി ഗ്രേവിയോട് കൂടിയുള്ള ചിക്കൻ കറി ഇവിടെ ഇതാ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ബിരിയാണിയിലേക്കുള്ള സബോളയും അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒന്ന് വറുത്തെടുത്താലോ. അതിനായി ഇവിടെ ഇതാ അടപ്പത്തൊരു ചീനച്ചട്ടി വെച്ച് അതിലേക്ക് 2 ടീസ്പൂൺ പശുനെയ്യും കുറച്ച് വെളിച്ചെണ്ണയും കൂടിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് വെളിച്ചെണ്ണയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലെങ്കിൽ ഓയിൽ ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഈ നെയ്യ്ക്കും വെളിച്ചെണ്ണയ്ക്കും ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി ഇതിലേക്ക് 2 ഏലക്ക, കുറച്ച് പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു 1.5 സബോള ചേർത്ത് കൊടുക്കാം. ഇനി ഇത് വറുത്ത് മാറ്റിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഒന്ന് വറുത്തെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മുന്തിരിയും കൂടി ഒന്ന് വറുത്ത് മാറ്റി വെക്കണം. ഇനി ഇവിടെ ഇതാ ബിരിയാണി വെക്കാൻ ഞാനിവിടെ ഉപയോഗിക്കുന്നത് ജീരകശാല റൈസാണ് കേട്ടോ.
ബിരിയാണിക്കും നെയ്ച്ചോറൊക്കെ വെക്കാൻ വളരെയധികം രുചികരമായ ഒരു അരിയാണിത് കേട്ടോ. ഇവിടെ ഇതാ ഞാൻ ഒരു ഗ്ലാസ് കൊണ്ട്, നമുക്ക് ഏതെങ്കിലും ഒരു അളവ് ഗ്ലാസ് എടുക്കാം. ഇതേ ഗ്ലാസ് കൊണ്ട് ഒരു 3 ഗ്ലാസ് അരി അളന്ന് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ അരി അളക്കുന്നതും വെള്ളം അളക്കുന്നതിൻ്റെയും കണക്ക് തെറ്റരുത് കേട്ടോ. ഈ അരി 10 മിനിറ്റ് നേരം ഒന്ന് വെള്ളത്തിൽ കുതിർത്തതിന് ശേഷം നമുക്കിതൊന്ന് ഒരു അരിപ്പയിലിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഇവിടെ ഇതാ അടുപ്പത്തൊരു പാൻ വെച്ച് അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യും നമ്മൾ നേരത്തെ സബോളയും അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ വറുത്ത് മാറ്റി വെച്ചിരുന്ന നെയ്യുണ്ടല്ലോ അതും കൂടി ചേർത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് പെരിഞ്ജീരകം, കറുകപ്പട്ട, കരയാമ്പു, ഒരു തക്കോലം, ഒരു 4 ഏലക്കായ, ഒരു സബോളയുടെ ഒരു പകുതി ഭാഗം ഇതുപോലെ നീളത്തിൽ അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നന്നായി തന്നെ ഒന്ന് മുരിഞ്ഞ് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഗ്ലാസ് കൊണ്ട് ഞാൻ 3 ഗ്ലാസ് അരിയാണ് അളന്നെടുത്തത്. ഇനി ഇതുകൊണ്ട് 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം വെച്ച് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ കറക്റ്റ് 4.5 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. എന്നാൽ ഞാൻ ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടി ഇതിലേക്ക് കൂടുതൽ എക്സ്ട്രാ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് നമ്മുടെ അരി കറക്റ്റായിട്ട് വെന്ത് വരികയുള്ളൂ. അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമുക്ക് ചെറുതായിട്ടൊന്ന് ഒരു അരി കടിക്കുന്ന പോലെ നമുക്ക് തോന്നും. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ചെറുനാരങ്ങ നീരും ചേർത്ത് കൊടുക്കാം. ചോറ് പരസ്പരം തമ്മിൽ ഒട്ടിപ്പിടിക്കാതെ നമുക്കിത് കിട്ടാൻ സഹായിക്കുന്നു. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് തിള വരാറാകുമ്പോൾ ഇതിലേക്ക് ഒരു ക്യാരറ്റിൻ്റെ ഒരു പകുതി കഷ്ണം മാത്രം ചെറുതാക്കി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. ഇവിടെ ഇതാ വെള്ളമൊക്കെ നന്നായി തന്നെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കഴുകി വാർത്ത് മാറ്റി വെച്ചിരുന്ന അരി ഇട്ട് കൊടുക്കാം. അരി ഇട്ടതിന് ശേഷം നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ. ഈ സമയത്ത് ഉപ്പൊക്കെ ഒന്ന് കറക്റ്റാണോ എന്ന് നോക്കി വെക്കണം. ഇനി ഇവിടെ ഇതാ അരിയും വെള്ളമൊക്കെ നന്നായി തന്നെ ഒന്ന് തിളച്ച് വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് കൊടുക്കാം. ഇനി ഒരിക്കലും ഫ്ലെയിം കൂട്ടി വെക്കരുത് കേട്ടോ. ഇനി ചോറ് വെവുന്നത് വരെ നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് കൊടുത്താൽ മതി. ഇവിടെ ഇതാ പെട്ടെന്ന് തന്നെ ചോറൊക്കെ നന്നായി തന്നെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ലോ ഫ്ലെയിമിലാണ് ഇപ്പോഴും ഇരിക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് ഉപ്പൊക്കെ ഒന്നും കൂടി കറക്റ്റാണോ എന്ന് നോക്കി ഈ അരി നമുക്കൊന്നും കൂടി ഇവിടെ ഇതാ മൂടി വയ്ക്കാം. ഇനി ഫ്ലെയിം ഓണാക്കേണ്ട ആവശ്യമില്ല കേട്ടോ. വളരെയധികം സോഫ്റ്റായ നന്നായി തന്നെ ചോറൊക്കെ ഇവിടെ ഇതാ വെന്തിട്ടുമുണ്ട്, പരസ്പരം തീരെ ഒട്ടിപ്പിടിച്ചിട്ടുമില്ല. ഇനി നമുക്കൊരു മിക്സ് റെഡിയാക്കണം. ഇവിടെ ഇതാ ഒരു പാത്രത്തിലേക്ക് 1/4 ഗ്ലാസ് പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പശുവും പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിലേക്ക് ഒരു പിഞ്ച് മഞ്ഞ കളറും കൂടിയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ പൈനാപ്പിൾ എസെൻസ് ആണ് കേട്ടോ. ഇതും കൂടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ബിരിയാണിക്ക് നല്ലൊരു രുചിയും മണവും കിട്ടുന്നതായിരിക്കും. ഇനി ഇതില്ലെങ്കിൽ നമുക്ക് പൈനാപ്പിൾ ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുത്താലും മതി. ഇനി ഇവിടെ ഇതാ ഒരു ബിരിയാണി പോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ കറിയുടെ മിക്സ് മുഴുവനായി തന്നെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഒരു പാലിൻ്റെ മിക്സ് റെഡിയാക്കിയിരുന്നില്ലേ, അതിൽ നിന്നും ഒരു 2 ടീസ്പൂൺ പാലിൻ്റെ മിക്സ് നമുക്ക് ഇതിൻ്റെ മുകളിലാക്കി ഒഴിച്ചു കൊടുക്കാം. ഈ മിക്സും കൂടി ആകുമ്പോൾ നമ്മൾ കറക്റ്റ് കടയിൽ നിന്നും മേടിക്കുന്ന ബിരിയാണിയുടെ രുചിയും മണവും നമുക്ക് കിട്ടും കേട്ടോ. ഇനി ഇതിന് മുകളിലായി നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ചോറ് ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഇതാ ഒരു ലെയർ മാത്രമായിട്ടാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഇനി ഈ ചോറിൻ്റെ മുകളിലായി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന പാലിൻ്റെ മിക്സും കൂടി മുഴുവനായി തന്നെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിന് മുകളിലായി നേരത്തെ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന സബോള, അണ്ടിപ്പരിപ്പ്, മുന്തിരി എന്നിവ ചേർത്ത് കൊടുക്കാം. കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി അടുപ്പത്തൊരു ദോശത്തവ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലായി നമുക്ക് ബിരിയാണി ഒന്ന് ദം ചെയ്യാൻ വെക്കാം. ഒരു 10 മിനിറ്റിന് ശേഷം ഇതുപോലെ കണ്ടോ, മുകളിൽ നിന്നൊക്കെ നന്നായി തന്നെ ആവി വെള്ളം പോകുന്നതായി നമുക്ക് കാണാൻ പറ്റും. ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്ക് തുറന്ന് നോക്കാവുന്നതാണ്. വളരെയധികം രുചികരമായ നല്ല അപാര ടേസ്റ്റിലുള്ള ഒരു ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പിയാണ് കേട്ടോ ഇത്. ഇനി നമുക്കിത് വേണമെങ്കിൽ എല്ലാം കൂടി മിക്സ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് മുകളിൽ നിന്നും കുറച്ച് ചോറ് മാത്രം എടുത്ത് കുറച്ച് മസാലയുള്ള മിക്സുമായിട്ട് നമുക്ക് അങ്ങനെയും വിളമ്പിയെടുക്കാം. അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ നമുക്ക് വിളമ്പിയെടുക്കാം കേട്ടോ. ഒട്ടും തന്നെ ചോറ് പരസ്പരം തമ്മിൽ ഒട്ടിപ്പിടിക്കുകയൊന്നും ചെയ്തിട്ടില്ല. ചിക്കനൊക്കെ നന്നായി തന്നെ വെന്തിട്ടുമുണ്ട്. വളരെയധികം രുചികരമായ
പൊരിച്ച ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ഇൻഷാ അല്ലാ നാളെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.